നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് എഡിറ്റ് ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. കുടിവെള്ളക്ഷാമം രൂക്ഷം. വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ ഉപരോധിച്ച് മാടാടി പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ. 20ഓളം ദിവസങ്ങളായി പഞ്ചായത്തിൽ കുടിവെള്ളം ലഭ്യമല്ല. പ്രശ്നപരിഹാരമായില്ലെങ്കിൽ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ജനപ്രതിനിധികൾ. കാവമ്പടി റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ പ്രധാന പൈപ്പ് പൊട്ടി കുടിവെള്ള വിതരണം നിലച്ചു. ഞായറാഴ്ച ഉച്ചയോടെയാണ് പൈപ്പ് പൊട്ടിയത്. 2 ദിവസം കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടു. ജില്ലയിലെ മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി പുരസ്കാരം പാലക്കുട് പഞ്ചായത്തിന്. തുടർച്ചയായി 4ാം തവണയാണ് പഞ്ചായത്ത് പുരസ്കാരം നേടുന്നത്. ലൈഫ് ഭവന പദ്ധതി, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് പുരസ്കാരത്തിന് അർഹമാക്കിയത്. ചൂടേരുന്നു. മൂവാറ്റുപുഴയിൽ പഴവിപണി സജീവം. ജലാംശമുള്ള ഫലവർഗ്ഗങ്ങൾക്കാണ് ആവശ്യക്കാരെ അറിയും. തണ്ണിമത്തനും മുന്തിരിയും വിപണി കൈയടക്കി. അതിദാരിദ്ര്യമുക്തമായി ആയവന പഞ്ചായത്ത് പ്രസിഡന്റ് സുറുമി അജീഷ് പ്രഖ്യാപനം നടത്തി. ഭക്ഷ്യധാന്യവും സൗജന്യ മരുന്നും തൊഴിൽ സംരംഭവും വീടും നൽകിയാണ് ദാരിദ്ര്യമുക്തരാക്കിയത്. കേരള ചേരമർ സംഘം എറണാകുളം ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. ഡോക്ടർ ബി.ആർ. അംബേദ്കർ മണിയന്തരം കമ്മ്യൂണിറ്റി ഹാളിലാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഐ.ആർ. സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ ഫിലിം സൊസൈറ്റി രാജ്യാന്തര ചലച്ചിത്രമേള സ്വാഗത സംഘം ഓഫീസിന്റെയും പാസ് വിതരണത്തിന്റെയും ഉദ്ഘാടനം നടത്തി. നടൻ പോൾസൺ സക്കറിയ ഉദ്ഘാടനം നിർവഹിച്ചു. മാർച്ച് 1 മുതൽ 5 വരെയാണ് മേള നടത്തപ്പെടുന്നത്. CSM ആർട്സ് ഫെസ്റ്റ് റണ്ണറപ്പായി നിർമ്മല കോളേജ്. പാലാ സെന്റ് തോമസ് കോളേജിൽ CSM ഇന്റർ എപ്പാർക്കിയൽ കൗൺസിലാണ് കലോത്സവം സംഘടിപ്പിച്ചത്. വാർത്തകൾ വിശദമായി. 20 ദിവസത്തോളമായി മാടാടി പഞ്ചായത്തിൽ കുടിവെള്ളം രൂക്ഷമായതിനെ തുടർന്ന് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ ഉപരോധിച്ചു. ബുധനാഴ്ച വൈകിട്ടോടെ പ്രശ്നപരിഹാരം കാണാമെന്ന് വാട്ടർ അതോറിറ്റി അധികൃതർ ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് ഉപരോധം അവസാനിപ്പിച്ചത്. പ്രശ്നപരിഹാരം കണ്ടില്ലെങ്കിൽ രാപ്പകൽ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് ജനപ്രതിനിധികൾ. മാടാടി പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ ഉപരോധിച്ചു. പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കഴിഞ്ഞ 20ഓളം ദിവസങ്ങളായി വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം ലഭ്യമല്ലാതായതോടെ ജനങ്ങൾ ദുരിതത്തിലായിരുന്നു. പഞ്ചായത്ത് 6ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന LIC ടാങ്കിലേക്ക് വെള്ളം എത്തിക്കുന്ന പമ്പ് സെറ്റ് പ്രവർത്തനരഹിതമായതിനെ തുടർന്നാണ് പഞ്ചായത്തിലേക്കുള്ള കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടത്. കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടതോടെ പഞ്ചായത്തിലെ പൊതുജനങ്ങൾ ദുരിതത്തിലായിരുന്നു. ഇതേ തുടർന്നാണ് എല്ലാ വാർഡുകളിലെയും ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ ഉപരോധിക്കാനെത്തിയത്. ഉപരോധത്തിനിടെ പഞ്ചായത്ത് പ്രസിഡന്റ് OP ബേബിയും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ഇത് നാളായി തുടങ്ങിട്ട് ഞങ്ങൾക്ക് ഇത് വിഷയമല്ല. നിങ്ങൾ ഇവിടെ മീറ്റിംഗ് മീറ്റിംഗ് കൂടുതൽ കിട്ടിയത് ഞങ്ങൾ നാട്ടുകാർ എല്ലാരും വിളിച്ചിട്ടുണ്ടാവൂല. മതിയോ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണ്ടേ. അറിഞ്ഞു കഴിഞ്ഞാൽ AIC അറിയണ്ടേ. AIC അറിഞ്ഞ അത് കഴിഞ്ഞാൽ അറിയണ്ടേ. അറിഞ്ഞ SC അറിയണ്ടേ. ഞങ്ങളാണ് അറിയിക്കുന്നത് എല്ലാവരും. ബുധനാഴ്ച വൈകിട്ടോടെ പ്രശ്നപരിഹാരം കാണാമെന്നും പഞ്ചായത്തിൽ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാമെന്നും വാട്ടർ അതോറിറ്റി അധികൃതർ ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് ഉപരോധം അവസാനിപ്പിച്ചത്. ഇന്നിപ്പോൾ ആ മാടാടി പഞ്ചായത്തിൽ വെള്ളം ലഭിച്ചിട്ട് 3 ആഴ്ച കാലം ആകാനുള്ളതിൻ്റെ കാരണം എന്ന് അറിയാൻ കഴിഞ്ഞത് ഇവിടെ LIC ടാങ്കിലേക്ക് മാടാടി പഞ്ചായത്തിൻ്റെ 6ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ടാങ്കിലേക്ക് മോട്ടറിൽ നിന്നും പമ്പ് ചെയ്യുന്ന പമ്പിങ് മോട്ടോർ കേടായിട്ട് ഏതാണ്ട് 3 ആഴ്ച കാലമായി അത് നന്നാക്കി അത് ശരിയായില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്താണെങ്കിലും നാളെ വൈകുന്നേരത്തിനുള്ളിൽ ഈ വിഷയത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുമെന്നുള്ള SC ഉറപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എന്താണെങ്കിലും ഞങ്ങൾ തൽക്കാലത്തേക്ക് ഈ സമരം അവസാനിപ്പിക്കുകയാണ്. നാളെ ഇതിനൊരു പരിഹാരം ഉണ്ടാകാത്ത പക്ഷം ഇവിടെ ഈ ഓഫീസ് പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനകത്ത് ഞങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല. ഡേ നൈറ്റ് സമരം ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവിടെ ഞങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് 13 ജനപ്രതിനിധികളും ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ കാര്യത്തിൽ ഒരു ശാശ്വത പരിഹാരം ഇന്ന് തന്നെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു 24 മണിക്കൂർ സമയം കൂടി ഞങ്ങൾ അധികം നൽകിയിരിക്കുകയാണ്. നാളെ വൈകുന്നേരത്തിനുള്ളൊരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ നാളെ കഴിഞ്ഞ് രാവിലെ ഈ ജനപ്രതിനിധികൾ ഞങ്ങൾ 13 പേരും ഇവിടെ ഉണ്ടാകും എന്നുള്ള കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രശ്നപരിഹാരമായില്ലെങ്കിൽ രാപ്പകൽ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ജനപ്രതിനിധികൾ അറിയിച്ചു. പഞ്ചായത്തിലെ 12 വാർഡുകളിലെയും ജനപ്രതിനിധികൾ ചേർന്നാണ് ഉപരോധം സംഘടിപ്പിച്ചത്.
മൂവാറ്റുപുഴ നഗരത്തിലെ കാവുമ്പടി റോഡിൽ പ്രധാന പൈപ്പ് പൊട്ടി കുടിവെള്ള വിതരണം നിലച്ചു. ഞായറാഴ്ച ഉച്ചയോടെയാണ് പൈപ്പ് പൊട്ടി വെള്ളം നിലച്ചത്. വാട്ടർ അതോറിറ്റി മെയിൻ ടാങ്കിന് താഴെ റോഡിലാണ് പൈപ്പ് പൊട്ടിയത്. അപ്രതീക്ഷിതമായി കുടിവെള്ളം മുടങ്ങിയതോടെ നാട്ടുകാർ വിവരം അന്വേഷിച്ചെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്ന് തിങ്കളാഴ്ച നടത്തിയ പരിശോധനയിലാണ് പൈപ്പ് പൊട്ടിയത് കണ്ടെത്തിയത്. ജില്ലയിലെ മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി പുരസ്കാരം വീണ്ടും പാലക്കുഴ പഞ്ചായത്തിന്. തുടർച്ചയായി 4ാം തവണയാണ് പഞ്ചായത്ത് പുരസ്കാരം നേടുന്നത്. മാലിന്യ സംസ്കരണത്തിലെ മികച്ച പ്രവർത്തനങ്ങൾ, ലൈഫ് ഭവന പദ്ധതി, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, കാർഷികം, മൃഗസംരക്ഷണം, ആരോഗ്യ മേഖല, ഭിന്നശേഷി സൗഹൃദ സമീപനത്തിലെ അനുകരണീയമായ മാതൃക തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് പുരസ്കാരത്തിന് അർഹമാക്കിയത്. ആധുനിക ക്രിമിറ്റോറിയം, ടേക്ക് എ ബ്രേക്ക് പദ്ധതി, കളിക്കളം, എല്ലാ അംഗനവാടികളും ഹൈടെക്, വയോജന ബാലസൗഹൃദ പഞ്ചായത്ത് തുടങ്ങിയ പദ്ധതികൾ ശ്രദ്ധേയമായി നടപ്പാക്കി. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. വേനൽ കനത്തതോടെ മൂവാറ്റുപുഴയിൽ പഴവിപണി സജീവം. ജലാംശമുള്ള ഫലവർഗ്ഗങ്ങൾക്കാണ് ആവശ്യക്കാരിയേട് വരുന്നത്. തണ്ണിമത്തിനും മുന്തിരിക്കും പ്രിയമേറുന്നു. ചൂടുയരുന്നതോടെ ഉള്ളം തണുപ്പിക്കാൻ മൂവാറ്റുപുഴയിൽ പഴവിപണി സജീവം. തണ്ണിമത്തിനും മുന്തിരിയും ഓറഞ്ചും അടങ്ങുന്ന ജലാംശമുള്ള ഫലവർഗ്ഗങ്ങൾക്കാണ് ആവശ്യക്കാരേറെയും. ആപ്പിളും പേരയ്ക്കയും ഉൾപ്പെടെയുള്ളവ വിപണിയിലുണ്ടെങ്കിലും കൂടുതൽ ജലാംശമുള്ള തണ്ണിമത്തനോടാണ് വേനൽക്കാലത്ത് ആളുകൾക്ക് പ്രിയം. ഇളം പച്ച നിറത്തിലുള്ള തമിഴ്നാടൻ തണ്ണിമത്തനും മഞ്ഞ നിറത്തിലുള്ള സാമാന്യം വലിപ്പം കുറഞ്ഞതും മധുരം കൂടുതലുമുള്ള കിരൺ ഇനത്തിൽപ്പെട്ട തണ്ണിമത്തനും മൂവാറ്റുപുഴയിലെ വിപണി കൈയടക്കി കഴിഞ്ഞു. പല നിറങ്ങളിലുള്ള തണ്ണിമത്തനുകളാണ് ആവശ്യക്കാരെ ആകർഷിക്കാൻ വിപണികളിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. കുറഞ്ഞ ചെലവിൽ ദാഹമകറ്റാമെന്നതാണ് ഒരുപോലെ ജലസമൃദ്ധമായ തണ്ണിമത്തിന് ആവശ്യക്കാരേറാൻ കാരണം. സാധാരണ തണ്ണിമത്തിന് 26 രൂപയും കിരൺ തണ്ണിമത്തിന് 25 രൂപയുമാണ് മൂവാറ്റുപുഴയിലെ വിപണിയിൽ. തണ്ണിമത്തനോടെന്ന പോലെ ഓറഞ്ചും മുന്തിരിയും പൈനാപ്പിളും വിപണിയിൽ സജീവമായിക്കൊണ്ടിരിക്കുകയാണെന്ന് വ്യാപാരിയായ അൻസാർ പറഞ്ഞു. ഇവിടെ ഇപ്പോൾ ഒരു 4-5 കൊല്ലമായിട്ടാണ് ഇപ്പോൾ ഇവിടെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുമ്പ് എനിക്ക് നേരത്തെ കടയായിരുന്നു. ഇപ്പോൾ ഇവിടെയാണ് കച്ചവടം. 4-5 കൊല്ലമായിട്ടാണ് ഇപ്പോൾ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ വേനലിൻ്റെയൊക്കെ കച്ചവടം ആയി വന്നുള്ളൂ. ഇപ്പം നിലവിൽ ഇപ്പോൾ കൂടുതൽ വിറ്റ് പോകുന്ന തണ്ണിമത്തനാണ് ഈ ചൂട് തുടങ്ങിയേക്കണമുണ്ട്. മറ്റുള്ള സാധനങ്ങളൊക്കെ കുറേശ്ശെ കച്ചവടങ്ങളുണ്ട്. പിന്നെ കുറച്ച് ചിലപ്പോൾ ഇതിൽ ഈ മൂന്നാർ റൂട്ടായതുകൊണ്ട് വിദേശികളുടെ കുറച്ച് കച്ചവടങ്ങളൊക്കെ കിട്ടാറുണ്ട്. അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഐറ്റം ഇപ്പോൾ തണ്ണിമത്തൻ തന്നെ ഒരു 3 ഐറ്റം വന്നിട്ടുണ്ട്. ഇത് സാധാ തണ്ണിമത്തൻ, ഇത് കിരൺ, ഇത് വിശാല്, പേരയ്ക്ക, ഇതൊക്കെ പുറത്തുനിന്ന് തന്നെയാണ്. ഇത് ഔറംഗാബാദാണ്. ഇത് ഓറഞ്ച്, ഇപ്പോൾ തമിഴ്നാട് സീസൺ മാങ്ങ തുടങ്ങി, നീലം മാങ്ങ വന്നു തുടങ്ങി. ഇതൊക്കെ വിദേശ ഐറ്റംസാണ്. ഇറാൻ ആപ്പിള്, ഇത് പിങ്ക് ലേഡി എന്ന് പറയും, ഇത് പിയർ സൗത്ത് ആഫ്രിക്ക, പിന്നെ സിട്രസ്, പിന്നെ ഗ്രീൻ ആപ്പിൾ, കിനു, പപ്പായ, ഷമാമ, ഇങ്ങനെ ഐറ്റംസുകൾ ഒരുപാട് ഇപ്പോൾ വന്നിട്ടുണ്ട്. സാധാ മുന്തിരിക്കും ഒപ്പം കുരുവില്ലാത്ത മുന്തിരിക്കും പ്രിയമേറെയാണ്. മുന്തിരിക്ക് 100 മുതൽ 180 രൂപ വരെയും പൈനാപ്പിളിന് 50 രൂപയും ഓറഞ്ചിന് 100 രൂപയുമാണ് വിപണി വില. ജലാംശമേറിയതും ദാഹമകറ്റാൻ പാനീയമായി ഉപയോഗിക്കാനും സാധിക്കുമെന്നത് ഇവയോടുള്ള പ്രിയം വർദ്ധിപ്പിക്കുന്നു. ആയവന പഞ്ചായത്തിനെ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ചു. പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് സുറുമി അജീഷ് അതിദാരിദ്ര്യമുക്ത പഞ്ചായത്തായി ആയവനെ പ്രഖ്യാപിച്ചു. 14 പേരെയാണ് പഞ്ചായത്തിൽ അതിദാരിദ്ര്യമുക്തരാക്കിയത്. ഭക്ഷ്യധാന്യവും സൗജന്യ മരുന്നും തൊഴിൽ സംരംഭവും ലൈഫ് പദ്ധതിയിലൂടെ വീടും നൽകിയാണ് ഇവരെ ദാരിദ്ര്യമുക്തരാക്കിയത്. ചടങ്ങിൽ ഒരാൾക്ക് വീട് വയ്ക്കാനുള്ള സ്ഥലം വാങ്ങിയതിന്റെ രേഖയും കൈമാറി. കേരളത്തിലെ നമ്പർ 1 ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയായ ജേക്കു ജ്വൽസ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയിൽ ന്യൂ ഫാഷൻ ട്രെൻഡി ലൈറ്റ് വെയ്റ്റ് ടൂർണമെന്റ്സ് ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കേരള ചേരമർ സംഘം KCS എറണാകുളം ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. ഡോക്ടർ BR അംബേദ്കർ മണിയന്തരം കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ കേരള ചേരമർ സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി IR സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാരിന്റെ 2025-26 ബജറ്റിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും വിദ്യാർത്ഥികൾക്കുമുള്ള സ്കോളർഷിപ്പ് തുക ഉൾപ്പെടെ വെട്ടിക്കുറച്ച നിലപാടിനെ കൺവെൻഷൻ വിമർശിച്ചു. സംസ്ഥാന പ്രസിഡന്റ് ABR നീലംപേരൂർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് CA ബാബു അധ്യക്ഷത വഹിച്ചു. മൂവാറ്റുപുഴ ഫിലിം സൊസൈറ്റിയുടെ 15ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയുടെ സ്വാഗത സംഘം ഓഫീസിന്റെയും പാസ് വിതരണത്തിന്റെയും ഉദ്ഘാടനം നടത്തി. തിരക്കഥാകൃത്തും നടനുമായ പോൾസൺ സക്കറിയ ഉദ്ഘാടനം നിർവഹിച്ചു. മാർച്ച് 1 മുതൽ 5 വരെ ലതാ തിയേറ്ററിലാണ് മേള നടത്തപ്പെടുന്നത്. വിദേശ ഭാഷാ ചിത്രങ്ങളടക്കം 15ഓളം സിനിമകളാണ് ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കുന്നത്. രാവിലെ 9 മുതൽ 5 വരെയാണ് പ്രദർശനം. ദക്ഷിണക്കൊട്ടിയൂർ പോത്താനിക്കാട് തൃക്കേപ്പടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ 1000-ൽ പരം ഇളനീര് കൊണ്ട് 2025 ഫെബ്രുവരി 20 മുതൽ ശിവരാത്രി വരെ ദേശ ഇളനീരാട്ടം നടത്തുന്നു. കാത്തലിക് സ്റ്റുഡൻസ് മൂവ്മെന്റ് ഇന്റർ എപ്പാർക്കൽ ആർട്സ് ഫെസ്റ്റിൽ റണ്ണറപ്പായി മൂവാറ്റുപുഴ നിർമ്മല കോളേജ് CSM യൂണിറ്റ്. CSM ഇന്റർ എപ്പാർക്കൽ കൗൺസിൽ സംഘടിപ്പിച്ച കലോത്സവത്തിലാണ് നിർമ്മല കോളേജ് വിദ്യാർത്ഥികൾ ഓവറോൾ 2ാം സ്ഥാനം കരസ്ഥമാക്കിയത്.
പാലാ സെന്റ് തോമസ് കോളേജിൽ നടന്ന കലാമേളയിൽ 20 ഇനങ്ങളിലായി 50 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. 275 പോയിന്റോടെയാണ് നിർമ്മല കോളേജ് 2ാം സ്ഥാനം കരസ്ഥമാക്കിയത്. വെള്ളൂർക്കുന്നം ചിറമല മനോജ് നിര്യാതനായി. സംസ്കാരം ചൊവ്വാഴ്ച 1-ന് മൂവാറ്റുപുഴ മുനിസിപ്പൽ ശ്മശാനത്തിൽ നടത്തപ്പെട്ടു. സഹോദരിമാർ മഞ്ജു, മീന. ഇളങ്ങവം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഫെബ്രുവരി 23 ഞായറാഴ്ച വൈകിട്ട് 5 മണി മുതൽ 8 മണി വരെ സർപ്പബലി. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.